വെൽക്കം ടു കാസ് ആൻഡ് ചായ എപ്പിസോഡ് 2. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഗ്നിസ് ആണ്. ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇപ്പോൾ 20,000 കിലോമീറ്റേഴ്സായി. അന്നേരം ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു സിഗ്നൽ ഇടിയിൽ ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാനായിട്ട് ഒരുത്തൻ്റെ അനുവാദം എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാത്രം മതി. ഫ്രണ്ടിൽ പോകുന്ന പിയാജിയോ ആപ്പയുടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവേ ഉള്ളൂ: എൻജിനും ഗിയർ ബോക്സും. ഈ വണ്ടിയുടെ എൻജിൻ, അതായത് 1.2 ലിറ്റർ ഈ സുസുക്കിയുടെ എൻജിന് കിട്ടുന്ന അത്രയും ലോ എൻഡും മിഡ് റേഞ്ചും ഞാനൊരു വേറൊരു 1.2 എൻജിനും ഞാൻ കണ്ടിട്ടില്ല. അന്നേരം ഇതിൻ്റെ ഗിയർ ബോക്സ് ആണെങ്കിലും ശരി, അത്രയ്ക്ക് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റേത് മാനുവലാണ്. ഈ മാനുവൽ ഗിയർ ബോക്സിൽ തന്നെ ന്യായമായിട്ട് നല്ല സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഗിയർ ബോക്സാണ് ഇതിൻ്റെ. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന പിയാജിയോ ആപ്പയുടെ സെയിം വീതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ടൗണിൽ എവിടെ വേണേലും കൊണ്ടിടാനും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനാണേലും നല്ല എളുപ്പമാണ്. അതിൻ്റെ കൂടി ഈ ഒരു അധികം വെയിറ്റ് ഇല്ല, എനിക്ക് തോന്നുന്നു 700-800 കിലോയേ ഉള്ളൂ ഈ വണ്ടി. അതുകൊണ്ട് തന്നെ നല്ല മൈലേജും ഉണ്ട്. അതുകൂടെ ആയപ്പോൾ നല്ല റെസ്പോൺസാണ് ഈ വണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പം പതുക്കെ പോകാനാണെങ്കിലും, ഇപ്പം ഇച്ചിരി കാല് കൊടുത്ത് ഒന്ന് ക്ലിയർ ചെയ്യാനാണെങ്കിലും, ഇതിപ്പോൾ തേർഡിൽ ഒരുമാതിരി ഡീസൽ എൻജിൻ്റെ ആ ഒരു ടോർക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വണ്ടി നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ വണ്ടിയുടെ എല്ലാവരും പറയും പേപ്പറിൽ ഭയങ്കര അണ്ടർ പവേർഡാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ വണ്ടിയുടെ ടോർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ടോർക്ക് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ യൂസബിൾ ടോർക്ക് റേഞ്ചിലായതുകൊണ്ടായിരിക്കും ടോർക്ക് നല്ലോണം ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ എഞ്ചിന്. അതുതന്നെയാണ് എനിക്ക് ഈ വണ്ടി ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണവും. ആൽഫ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് LED ആണ്, രണ്ടും LED ആണ്. പിന്നെ താഴത്തെ ഫോഗ് ലൈൻ ലാമ്പ് വരുന്നത് ഹാലജനാണ്. ഞാനൊരു ഹാലജൻ മാറ്റിയിട്ടില്ല ഇതുവരെ. എനിക്കത് LED ആക്കണമെന്നുണ്ട്, പക്ഷേ ഹാലജനാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ ഇത് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാത്രി നമ്മൾ പോകുമ്പോഴത്തേനും എപ്പോഴും മറ്റേ ബലീനോ ബാക്കിയുള്ള സുസുക്കിയുടെ കാസ് ഫ്ലാഷ് ചെയ്ത് വരുമായിരുന്നു. അന്നേരം എല്ലാവരും പറഞ്ഞു ഇത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ എടുത്താൽ പോരെ എന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്ക് ഈ ഒരു മോഡൽ, അതായത് ആൽഫ തന്നെ വേണമെന്ന് പറയാൻ കാരണം ഈ ഒരു ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. രണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും എനിക്കിഷ്ടപ്പെട്ടതുമായിട്ടുള്ളതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഇത്ര കുഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിലേക്ക് നല്ല ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു 6 ഫുട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് ഇത് ഇത്രയും ബാക്കിലോട്ട് ചരിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ അത്രയും കാണുന്ന അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതുകൊണ്ട് സിംഗിൾ ഡേ ഹിൽ റൺ, അതായത് നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ സിംഗിൾ ഡേ പോയിട്ട് തിരിച്ചു വന്നിട്ടാണെങ്കിലും വലിയ മടുപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സീറ്റ്സും കാര്യങ്ങളുമൊക്കെ ഭയങ്കര നമുക്ക് കംഫർട്ടബിളാണ്. പിന്നെ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെയുണ്ട്. അത് ഇത് മുന്നത്തെ ഒരു ഇഗ്നിസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയേർഡാണ്, വയർലെസ് അല്ല. പക്ഷേ എനിക്ക് വയേർഡാണ് ഇഷ്ടം. അതിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയേർഡാണ് എനിക്കിഷ്ടം. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായ മിനി കൂപ്പറിൻ്റെ ഇൻസ്പയർഡ്, അതായത് അതിൻ്റെ ടോഗിൾ സ്വിച്ചസിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു AC കൺട്രോൾസ് വന്നിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണിത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന 6 o'clock ഡയലാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. അന്നേരം ആ ഒരു 6 o'clock പൊസിഷൻ കാണാനായിട്ട് നല്ല രസമുണ്ട് നമ്മുടെ ഈ വണ്ടിക്കകത്ത്. പിന്നെ ഈ മേളിൽ നിന്നുള്ള ലൈറ്റിങ് ആൽഫയുടെ മാത്രമാണ്, ബാക്കിയുള്ള വേരിയൻസിന് ഇത് വരുന്നില്ല. ഞാൻ പിന്നെ ഇതിൻ്റെ ആവറേജ് ഫ്യൂൽ എക്കണോമി ഇപ്പം റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത് നോക്കാം. ഇവിടുന്ന് ടോണിക്കോ കഫേ വരെയാണ് ഞങ്ങൾ ഓടിക്കാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൗണിൽ കൂടെ ഉള്ള യാത്രയാണത്. നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും ഇതിനിടയ്ക്കൊന്ന് പെട്രോൾ ചിലപ്പോൾ ആണെങ്കിൽ അടിക്കേണ്ടി വരുമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി കംഫർട്ട് ആഗ്രഹിക്കുന്നവർ ഈ വണ്ടി എടുക്കരുത്. കാരണം ഇത് ഒരു കംഫർട്ട് പ്ലസ് ഒരു ഹാൻഡ്ലിംഗ് എന്നുള്ള രീതിക്കാണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞ് കംഫർട്ട് ഒട്ടും ഇല്ലെന്നല്ല, കംഫർട്ട് ആവശ്യത്തിനുണ്ട്. പിന്നെ ഹാൻഡ്ലിങ്ങും ആവശ്യത്തിനുണ്ട്. നല്ല ചില ബമ്പുകളൊക്കെ നല്ലോണം ഇതുപോലെ തന്നെ ഈ റോഡിലുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം അത് സോക്കപ്പ് ചെയ്യുന്നുണ്ട്.
ചില നമ്മുടെ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ നല്ലോണം നമുക്ക് അകത്തറിയാൻ പറ്റുന്നുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിങ്ങിനൊരു കാര്യമാണ്, സ്റ്റിയറിങ് ചില സമയത്ത് റിട്ടേൺ വരില്ല. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് പോകത്തേ ഉള്ളൂ. അത് ഇതുവരെ ഈ പുതിയ സുസുക്കിയുടെ കാർസിലെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് ഈ സ്റ്റിയറിങ് റിട്ടേൺ വരാത്തത്. അത് ഈ ഒരു വണ്ടിയിലും അത് സോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ടയറിൽ സേഫായിട്ട് പോകാൻ പറ്റുന്നൊരു സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 to ഒരു 120 ആണ്. അതിൻ്റെ മേളിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടുണ്ട്. മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മുമ്പേ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മൈലേജ് എന്ന് പറഞ്ഞാൽ 20.4 ആണ്. അത് നമ്മളൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഓടിക്കുമ്പോഴത്തേനും, ഞാൻ ഇച്ചിരി ഹെവി ഫുട്ടഡ് ആണ്, എന്നാലും എനിക്കൊരു 17-18 സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഓടിക്കുന്ന രീതിക്ക് ഓടിക്കുമ്പോൾ എന്താണേലും ടൗണിലൊരു 18ഉം പിന്നെ ഹൈവേയിലൊരു 20+ എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും ഇതിന് കിട്ടും. പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുസുക്കിയുടെ എൻജിൻ ഒരു നല്ല രീതിക്ക് അത് റണ്ണിങ് പീരീഡിൽ നോക്കുവാണെങ്കിൽ അത് നല്ലൊരു റിട്ടേൺ തരുമെന്നുള്ളതാണ് എനിക്കിതുള്ളത്. കാരണം എനിക്കൊരു ജിംനി ഉണ്ട്, പിന്നെ ഈ ഇഗ്നിസും ഉണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ പ്രോപ്പറായിട്ട് റണ്ണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ടൗണിലെത്തിയിട്ടില്ല. ടൗണിലെത്താതെ നമ്മൾ ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള മൈലേജാണ് ഈ കാണിക്കുന്നത്, 21.3. അതായത് നമ്മൾ ഈ ഡെഡ് ലോക്ക്, അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് എന്നുള്ള ഇതല്ലാതെ നമ്മൾ ഇച്ചിരി മൂവിങ് ട്രാഫിക്കിലുള്ള മൈലേജാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഈ ടയർ ഞാൻ തീർക്കാൻ നോക്കിയിട്ടും തീരുന്നില്ല. 20,000 ആയിട്ട് ഒന്നും ഇതാകുന്നില്ല. എനിക്ക് വേറൊരു പോരായ്മ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടയറിന് ഗ്രിപ്പ് ലേശം കുറവാണ്. അത് പിന്നെ എക്കണോമി റേഞ്ച് ടയറാണ്, അതുകൊണ്ട് നമുക്കൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ആവശ്യത്തിനുള്ള ഗ്രിപ്പും ആവശ്യത്തിനുള്ള ബ്രേക്കിങ്ങും ഈ ഒരു ടയർ തരുന്നുണ്ട്. പിന്നെ ഇത് മാറിയിട്ട് എനിക്കൊരു 195/55/16 ഇതിടാൻ വേണ്ടിയാണ്. അന്നേരം സ്റ്റിയറിങ് ഇതിൻ്റെ ലൈറ്റാണ്, അന്നേരം ആ സ്റ്റിയറിങ് ഫീലും ലേശം ഇമ്പ്രൂവ് ആകും. അതിൻ്റെ കൂടെ തന്നെ ഗ്രിപ്പും കിട്ടുമെന്നുള്ള ഇതിലാണ്. പിന്നെ ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് ഇൻ മൈലേജ് കാണും, പക്ഷേ അത് കുഴപ്പമില്ല. എനിക്ക് നല്ല മൈലേജ് ന്യായമായിട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു മൈലേജിൻ്റെ ഡിഫറൻസ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. വേറൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കറയോ കാര്യങ്ങളോ ഒക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തൂത്ത് കളഞ്ഞില്ലെങ്കിൽ ഇതുപോലെ അതിങ്ങനെ പാടായിട്ട് കിടക്കും. ഇതിൻ്റെ ക്ലിയർ കോട്ട് വളരെ തിന്നായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കറയോ കാര്യങ്ങളോ ഒക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പാടായിട്ട് കിടക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ കോട്ടിന് തിക്നെസ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മുള്ളുകൾ, കമ്പുകൾ അതൊക്കെ പെട്ടെന്ന് നമ്മുടെ വണ്ടി സ്ക്രാച്ച് ആക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ഒരു തുണി കൈ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാക്കയുടെ കാഷ്ടമോ മറ്റോ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ തുണി കൊണ്ട് നടക്കുന്നത്. മൈക്രോ ഫൈബർ ആയിരുന്നു കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ മൈക്രോ ഫൈബർ കുറേ എണ്ണം പോയി കഴിഞ്ഞാൽ അത് മുതലാകാത്തതുകൊണ്ട് സാധാ തുണിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. കാരണം ഈ കാക്ക കാഷ്ടം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ യൂസ് ചെയ്യാനായിട്ട് എനിക്കൊരു മടിയുണ്ട്, ഞാനത് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സാധാ തുണിയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്രേക്കിനകത്ത് പൊടി കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കിൻ്റെ ആ ഒരു എഫിഷ്യൻസി കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ് അത് ക്ലീനായി കഴിയുമ്പോഴത്തേനും അത് വീണ്ടും, ഇപ്പം ബ്രേക്ക് ഡസ്റ്റ് ഇല്ലെങ്കിൽ പോലും സാധാ ഡസ്റ്റ് ആണെങ്കിൽ പോലും ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ലോണം കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിയുമ്പോൾ അത് തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. ബ്രേക്കിൻ്റെ ബൈറ്റ് നല്ലോണം ഇമ്പ്രൂവ് ആവുകയും ചെയ്യാറുണ്ട്. പിന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, പക്ഷേ ആവശ്യത്തിന് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ്. എന്നാൽ തന്നെ ഈ വെള്ളമൊക്കെ വീഴുമ്പോൾ പെട്ടെന്ന് ഇതിൽ കറയാകുന്നുണ്ട്. അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ കുപ്പികൾ മാത്രമേ എനിക്ക് ഈ ഒരു സ്പേസിൽ വെക്കാൻ പറ്റുന്നുള്ളൂ. വലിയ 1 ലിറ്ററോ 2 ലിറ്ററോ കുപ്പികളൊന്നും വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ നോ കംപ്ലയിൻറ്റ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇവിടെ എല്ലാം ആയിട്ട് കുറേ കപ്പ് ഹോൾഡേഴ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ പാട്ട് കേൾക്കാൻ നല്ല രസമാണെങ്കിലും സ്റ്റോക്ക് സിസ്റ്റത്തിൽ കുറച്ചൊരു വോളിയം എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ജാർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു മിതമായിട്ടുള്ള രീതിക്ക് പാട്ടിൻ്റെ വോളിയം വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഡാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന്. പിന്നെ വണ്ടിയുടെ ഷേപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ പോയിരിക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ചെളി അടിച്ച് കയറുന്ന മൊത്തം ബാക്ക് ഗ്ലാസ്സിലും ഡിക്കിയിലുമാണ് വന്ന് നിൽക്കാറുള്ളത്. അന്നേരം ഫ്രണ്ട് ഇപ്പോൾ അധികം ചെളിയായിട്ടില്ലെങ്കിലും ബാക്ക് ചെളിയാറുണ്ട്. പിന്നെ ഇതിൻ്റെ വാഷർ വൈപ്പറിൻ്റെ ഫ്ലൂയിഡിൻ്റെ സ്റ്റോറേജ് ഇച്ചിരി കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇതിന് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ 1 കുപ്പി 1.5 കുപ്പി വെള്ളമേ കൊള്ളത്തുള്ളൂ. അത് കാരണം എപ്പോഴും നമ്മളത് ഫില്ല് ചെയ്യേണ്ട ഇത് വരും.
അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാതെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ വൈപ്പർ അടിച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ പാട് വരാനുള്ള സാധ്യതയുണ്ട്. അതെനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വന്ന 1-2 അബദ്ധങ്ങൾ ഞാൻ കാണിക്കാം. ഇവിടെ 2 മാങ്ങ വീണതാണ്, ചെറിയ മാങ്ങ. അന്നേരം ഇവിടെ ചെറിയ 2 ഡെൻറ്റ് വന്നിട്ടുണ്ട്. ആയിരം, 5000, 10000, 20000. അതായത് ഇതിനകത്ത് ആദ്യത്തെ 2ഉം ഫ്രീ സർവീസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇതൊന്നും കാണത്തില്ല, ജസ്റ്റ് നമുക്ക് കൺസ്യൂമബിൾസും കാര്യങ്ങളൊന്നും കാണത്തില്ല, ജസ്റ്റ് ഒരു ചെക്കപ്പ് മാത്രമാണ്. തേർഡ് ഫ്രീ സർവീസ് എന്നാണ് തേർഡ് സർവീസ് പറയുന്നത്. പക്ഷേ അതിന് ഓയിലിനും കാര്യങ്ങളും കൺസ്യൂമബിൾസിനും നമ്മൾ കാശ് കൊടുക്കണം. അത് ഏകദേശം ഒരു 2500 രൂപയോ മറ്റോ ആണ് ആയത്. അത് അത്ര ആയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 വൈപ്പർ എക്സ്ട്രാ മാറിക്കോളാൻ പറഞ്ഞു, അതിൻ്റെയാണ് 700-800 രൂപയായത്. ബാക്കി അത് വെച്ച് നോക്കുമ്പോൾ 1900 രൂപ ആയതുള്ളൂ എനിക്ക് തേർഡ് സർവീസിന്. അതുപോലെ തന്നെ ഫോർത്ത് സർവീസ്, അതായത് 20,000 സർവീസ് ഞാൻ ഇച്ചിരി നേരത്തെ ചെയ്തു. അതൊരു 16,000 മറ്റോ ആണ് ചെയ്ത്. സമയമായില്ല, കിലോമീറ്ററും ആയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇച്ചിരി നേരത്തെ അത് ചെയ്തായിരുന്നു. അന്നേരം അതിന് വന്നത് 5500 സംതിങ് ആയിരുന്നു. അതും ഇതുപോലെ തന്നെ ഞാൻ വൈപ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞ് ചേഞ്ച് ചെയ്യിച്ചുകൊണ്ടാണ് അത്ര. അല്ലെങ്കിൽ ഒരു 4000 to 5000 റേഞ്ച് നിൽക്കേണ്ടതാണ്. ഈ കാണുന്ന പാർട്സിന്, പ്ലാസ്റ്റിക് പാർട്സിന്, അല്ലാത്ത പാർട്സിന് എല്ലാം ഭയങ്കര വിലക്കുറവാണ്. കാരണം ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു പാർട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ട വന്നു. കാരണം ഒരു കല്ല് അവിടെ നിന്നിരുന്ന്, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു കല്ല് നിന്നിരുന്ന് ഞാൻ കണ്ടില്ല. അന്നേരം ആ കല്ലിൻ്റെ സൈഡ് കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി. അന്നേരം ഈ സ്ക്രാച്ചായ പാർട്ട് മാറ്റാണ്ട് ഞാൻ വിചാരിച്ചു നല്ലൊരു എമൗണ്ട് ആവുമായിരിക്കുമെന്ന്. പക്ഷേ ഈ ഒരു പോർഷൻ, ഈ ഒരു പാർട്ട് മാറ്റാനായിട്ട് എനിക്ക് വെറും 267 രൂപയായിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് ലേബർ. അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇതിനകത്ത് ഞാൻ ആകെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിയറിംഗ് കവർ അല്ലെങ്കിൽ റാപ്പ് മാത്രമാണ്, ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പിടിക്കുന്നൊരു ഇതായതുകൊണ്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി, ഇതിൻ്റെ സ്റ്റോക്ക് വന്നിരുന്ന പ്ലാസ്റ്റിക് ക്വാളിറ്റി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അന്നേരം ഇത് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ സെയിം കളർ തന്നെ സ്റ്റിച്ചിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ. അത് മാത്രം ഞാൻ ഈ വണ്ടിയിൽ എക്സ്ട്രാ എന്ന് പറയാനായിട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കിയെല്ലാം ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എൻ്റെ വണ്ടി മറ്റുള്ള എനിക്ക് കിട്ടുന്ന വണ്ടികളും ഞാൻ ഉടനെ റിവ്യൂ ചെയ്യാൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. ബൈ.